Good morning. Good morning, ma'am. Okay, good morning. ഇന്ന് ജോബ് സാറിന്റെ ക്ലാസ് ഇല്ല കേട്ടോ. ക്ലാസ്സിന് പകരം ഞാനാണ് കയറുന്നത് കേട്ടോ. സെക്കൻഡ് അവറിലാണ് മിലു മിസ് കയറുക കേട്ടോ. ഓക്കെ. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? അതായത് NABHന്റെ അക്രഡിറ്റേഷന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസുകൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെ. 10ഓളം പോയിന്റുകൾ, 10 പോയിന്റുകളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു മാനുവല് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാനുവല് ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട 3 മാനുവലുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അത് എല്ലാ വർഷവും നിർബന്ധമായിട്ടും റിവൈസ് ചെയ്തിരിക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞത് കമ്മിറ്റികളാണ്. 8 കമ്മിറ്റികൾ പറഞ്ഞു. മൂന്നാമത് നമ്മൾ പഠിച്ചത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിനും മെഷർ ചെയ്യുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങളാണ് അല്ലെ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ KPI എന്നാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യാം നൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ. അത് 32 എണ്ണം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ. പിന്നെ നമ്മൾ പറയാൻ അടുത്ത റിക്വയർമെന്റ് എന്തായിരുന്നു? സൈനേജ് ആണ് അല്ലെ. അതായത് പേഷ്യന്റിന്റെ അവകാശങ്ങളും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റികളും കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും അല്ലെ, കുറഞ്ഞത് ബൈലിംഗ്വൽ എന്നാണ് പറയുന്നത് അല്ലെ, 2 ഭാഷകളിലെങ്കിലും എവിടെ പ്രദർശിപ്പിച്ചിരിക്കണം? ഹോസ്പിറ്റലിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണം, പ്രദർശിപ്പിച്ചിരിക്കണം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ സ്റ്റാഫിന്റെ ട്രെയിനിങ് റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. സ്റ്റാഫിന്റെ ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സുകൾ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഇന്റേണൽ ഓഡിറ്റ് once in 6 months ആണ് പറയുന്നത് അല്ലെ. 6 മാസത്തിലൊരിക്കല് ഹോസ്പിറ്റലിലെ ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിരിക്കണം. അതുപോലെ ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളെങ്കിലും ഹോസ്പിറ്റലില് നടപ്പിലാക്കിയിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻസിഡന്റ് റിപ്പോർട്ടുകളാണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഇൻസിഡൻസുകള് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തതായിട്ടുള്ള ഇൻസിഡൻസുകളുടെ റിപ്പോർട്ടിങ്, അതിന്റെ റിപ്പോർട്ടിങ് റിവ്യൂ, എന്തൊക്കെ ആക്ഷൻസ് ആണ് അതിന് വേണ്ടിയിട്ട് എടുത്തത് എന്നിവയെല്ലാം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇൻസിഡന്റ് റിപ്പോർട്ടുകളും എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലില് ഉണ്ടായിരിക്കണം. ഇത്രയും വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണോ? വായിച്ചൊക്കെ നോക്കിയോ നിങ്ങള്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒരാളെ പോലെ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. എന്താണ്? വായിച്ചു നോക്കിയോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ശരണ്യ പറഞ്ഞില്ല ക്ലിയർ ആണ്. അപ്പൊ ശരി കേട്ടോ, എല്ലാവരും വായിച്ചു നോക്കണം കേട്ടോ. ഡെയിലി ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങളോട് ചോദിക്കാറില്ല, പക്ഷെ എങ്കിലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ എന്തായാലും ഡെയിലി നിങ്ങൾ സമയം കണ്ടെത്തണം കേട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ടീച്ചേഴ്സ് എടുക്കുന്ന പോർഷൻസ് വായിച്ചു നോക്കണം. കഴിവതും നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, അതുകൊണ്ടാണ് പറയുന്നത്. ജോലിയുള്ള ആളുകൾ ഉണ്ടായിരിക്കും, കുടുംബത്തിൽ ഇഷ്ടംപോലെ പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, എല്ലാം അറിയാം. എങ്കിലും നിങ്ങൾ കുറച്ച് സമയമെങ്കിലും അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരാം. നിങ്ങൾ തീരെ ചെറിയ കുട്ടികളല്ല, നിങ്ങൾ അത്യാവശ്യം മുതിർന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളത് പഠിക്കണം കേട്ടോ. അങ്ങനെയാണ്. എന്താണ് സനു എന്താ പറയണേ? ഓക്കെ സനു, കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങള് അത് പഠിക്കണം, അത് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
Okay, quality indicators are also known as എന്തും പറയും അതിനെ key performance indicators. തിരിച്ചും ചോദിക്കാം. Key performance indicators are also called എന്തെന്ന് പറയുന്നു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ആ ഒരു പെർഫോമൻസിലുള്ള ക്വാളിറ്റിയാണ് നമ്മൾ ആ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്താ നോക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ക്വാളിറ്റി, എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് പ്രത്യേകം അവരവിടെ എടുത്ത് പറയുന്നുണ്ട്. ക്വാളിറ്റി എന്താന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ അകത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്താണ് ക്വാളിറ്റി എന്നുള്ളത് അല്ലെ. അപ്പൊ നോക്കാം. ക്വാളിറ്റി റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു ദ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓഫ് ദ സ്റ്റാൻഡേർഡ്സ്. തുടക്കം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച അതേ ഡെഫിനേഷൻ തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാല് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് ക്വാളിറ്റി ഉള്ളതാണെന്ന് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാ പറയുന്നത്? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ്, സ്റ്റാൻഡേർഡുകള് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എത്രത്തോളം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തി അല്ലെ, എന്നതിന്റെ അളവ്, അതാണ് നമ്മൾ പറയുന്നത് ക്വാളിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് പറയും അല്ലെ. നല്ല സ്റ്റാൻഡേർഡോട് കൂടിയിട്ടാണ് സർവീസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പറയും നല്ല ക്വാളിറ്റി സർവീസ് ആണെന്ന് പറയും അല്ലെ. അപ്പൊ ഈ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതിന്റെ അളവാണ് ഇവിടെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫങ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലെ. അതായത് ഒരു നിശ്ചിത കാലയളവില് ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അല്ലെ, അവരുടെ പ്രവർത്തനത്തിലുള്ള ആ ഒരു പ്രകടനം, പെർഫോമൻസ് അത് അളക്കുന്നതിനായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് ഇൻഡിക്കേറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച സൂചനകളാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും നമ്മൾ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സൂചനകൾ, ദാറ്റ് ഈസ് കോൾഡ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം ഇതാണ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ ആൾസോ നോൺ ആസ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നുള്ളതും ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞ ഇതോടുകൂടി നമ്മുടെ ആ ഒരു ചാപ്റ്ററിലെ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇന്നത്തെ ഒരു 32ഓളം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പഠിച്ചല്ലോ. ഓക്കെ, ആ 32 ഇൻഡിക്കേറ്റേഴ്സിന് നമ്മൾ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് എന്ത് ചെയ്യാണ്, സോർട്ട് ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്. അപ്പൊ സെയിം നമ്മൾ അവിടെ പഠിച്ച അതേ പോയിന്റുകൾ തന്നെയാണ്, അതേ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. പക്ഷെ ഒരു 2-3 എണ്ണം മാത്രമാണ് അവിടെ പറയാത്ത 1-2 പോയിന്റുകൾ കയറി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ബാക്കിയൊക്കെ നമ്മൾ അവിടെ 32 എണ്ണം പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് തിരിച്ച് പറയുന്നത് നോക്കിയാ. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാനേ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPB ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് വിവിധ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്. അപ്പൊ നമ്മൾ ചില ഡിപ്പാർട്ട്മെന്റുകൾ എടുക്കുമ്പോൾ ചില ഇൻഡിക്കേറ്റേഴ്സ് ഒരെണ്ണം തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അതായത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്. അപ്പൊ ബ്രാക്കറ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ട് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഒരു നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് അല്ലെ, അതിന് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെ. ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും നല്ലൊരു ഇംപ്രൂവ്മെന്റ്, നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ കൊടുക്കാനും പേഷ്യന്റ് കെയറിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരായിരിക്കും? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ അല്ലെ, നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതൊക്കെയാണത്. ഒന്നാമത്തെ നമ്മൾ അവിടെ പറഞ്ഞ പോയിന്റ് ആണ് time for the initial evaluation of inpatient or
ഇൻഡോർ പേഷ്യൻസ്. അവിടെ പഠിച്ചു പോയിട്ടല്ലേ അത്? അതായത് ഇൻഡോർ പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം. ഓക്കെ, അതും എന്താണ്, നഴ്സസും വരുന്നുണ്ട് അല്ലെ, അവർ പരിശോധിക്കാൻ. അവരുടെ ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നഴ്സസ് ആയിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ വരുന്നുണ്ട് അല്ലെ. അതായത് ഇൻഡോർ പേഷ്യൻസ്, അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഇനീഷ്യൽ അസസ്മെന്റിന്, പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം. ഓക്കെ, അത് ഒരെണ്ണം അതിനകത്ത് വരുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് അവിടെ പറയാത്ത ഒരു പോയിന്റ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. എന്താണ്? പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് in which the nursing care plan is documented. അതായത് കൃത്യമായിട്ടുള്ള നഴ്സിംഗ് കെയർ പ്ലാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ ശതമാനം. ഓക്കെ, നമ്മള് മെഡിക്കൽ റെക്കോർഡ് പഠിച്ചത്, നഴ്സസ് നോട്ട്സ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. അതായത് ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന നഴ്സിംഗ് കെയറുകൾ കൃത്യമായിട്ട് അവർ എന്ത് ചെയ്ത് വെക്കും? റെക്കോർഡ് ചെയ്ത് വെക്കും അല്ലെ. പേഷ്യന്റിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ പ്രൊസീജിയറുകളുണ്ട്, അതിനുള്ള പേഷ്യന്റിന്റെ റെസ്പോൺസ് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നഴ്സിംഗ് കെയർ പ്ലാൻ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യന്റ് കേസസുകളുടെ ശതമാനം. ഓക്കെ, അതെന്താണ്? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ മൂന്നാമത്തെ എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ. അവിടെ പറഞ്ഞു പോയതാണ് അല്ലെ, മെഡിക്കേഷൻ എറർ. ഞാൻ പറഞ്ഞില്ലേ, മെഡിക്കേഷൻ എറർ എന്ന് പറയുമ്പോൾ ആരിൽ നിന്ന് ഇപ്പൊ വേദനയ്ക്ക് സംഭവിക്കാവുന്ന ഒരു എററാണ് അല്ലെ. അതുപോലെ നഴ്സിന്റെ കയ്യിൽ സംഭവിക്കാം, അല്ലെങ്കിൽ എന്താ, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു മെഡിക്കേഷൻ എറർ വരാം, അല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് എറർ സംഭവിക്കാം. എന്തിനു പറയുന്നു? ചിലപ്പോൾ ഒരു എന്താ പറയുക, മരുന്ന് എടുത്തു കഴിക്കുന്ന പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് വരെ മെഡിക്കേഷൻ എറർ ഉണ്ടാവും. തെറ്റായി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മെഡിക്കേഷൻ എറർ വരുന്നില്ല. അപ്പോ ഈ ഒരു പോയിന്റ് അതിനകത്ത് വരുന്നതാണ് കേട്ടോ, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ കേട്ടോ. മെഡിക്കേഷൻസിൽ വരുന്ന എന്താ പറയുക എററുകളുടെ ശതമാനമാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ് ഗാതേർഡ് ആൻഡ് എക്സാമിൻഡ് വിത്തിൻ ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. എന്താണ് പറയുന്നത്? അതായത് ഒരു നിശ്ചിത ടൈം ഫ്രെയിമിൽ, ഒരു നിർദ്ദിഷ്ട സമയത്തിന് ഒരു ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ട് ചെയ്തതും ഗ്യാദർ ചെയ്തതും എക്സാമിൻ ചെയ്തതുമായിട്ടുള്ള എന്താണ് സെന്റിനൽ ഇവന്റ്സ്. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത് കേട്ടോ. സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് മോശമായിട്ട് നടന്ന അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളെയാണ് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിർദ്ദിഷ്ട കാലയളവിൽ ആ ഒരു ഹോസ്പിറ്റലില് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഗ്യാദർ ചെയ്തതും കളക്ട് ചെയ്തതും അതുപോലെ എക്സാമിൻ ചെയ്തിട്ടുള്ളതുമായ സെന്റിനൽ ഇവന്റ്സുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇനി അടുത്തത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എന്താണ് സെന്റിനൽ ഇവന്റ് എന്നാണ് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. A sentinel event is defined as any unanticipated event in a healthcare setting that results in death or serious physical or psychological injury to a patient or patients not connected with the natural course of the patient illness. Underline ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഇസ് എനി അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ്. അൺആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകസ്മികമായിട്ട് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സംഭവങ്ങളാണ് കേട്ടോ. അതായത് മോശം സംഭവങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അൺആന്റിസിപ്പേറ്റഡ് ആയിട്ട് ആകസ്മികമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം. ഇത്തരം സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് അതൊന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ മരണത്തിനോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ വൈകാരികമായിട്ടോ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറിക്ക് കാരണമായേക്കാവുന്ന അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ്സ് ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗിൽ നടക്കുന്നത്. ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചില സംഭവങ്ങൾ. ഇത്തരം സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ മരണത്തിന് ചിലപ്പോൾ കാരണമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് ഇഞ്ചുറിക്ക് കാരണമായിട്ടുണ്ടാകാം. അത്തരം സംഭവങ്ങളെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. പ്രത്യേകം അവര് നോട്ട് ചെയ്ത് പറയുന്നുണ്ട്, നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. അതായത് ആ ഒരു പേഷ്യന്റിന്റെ സ്വാഭാവികമായിട്ടുള്ള അസുഖ കാരണങ്ങൾ കൊണ്ട് വരുന്ന സംഭവങ്ങളല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല, അതല്ലാതെ വരുന്ന സംഭവങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാള് ചെസ്റ്റ് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, ഓക്കെ, ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന ഒരു പേഷ്യന്റ് അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇയാള് അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്നു. ഇയാള് ബാത്റൂമിൽ പോയ സമയത്ത് പെട്ടെന്ന് അവിടെ എന്താണ് ഫ്ലോറിൽ തെന്നി വീണ് അയാള് എന്താണ് അയാൾക്ക് ഹെഡ് ഇഞ്ചുറി സംഭവിക്കുകയാണ്.
അപ്പൊ ശരിക്കും എന്താണ് ചെസ്റ്റ് പെയിൻ എന്നുള്ള കാരണം കൊണ്ടാണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് അയാളെ വന്ന് അഡ്മിറ്റ് ആയത്. പക്ഷെ അയാൾക്ക് അപകടം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ആ ബാത്റൂമിൽ പോയി തെന്നി വീണിട്ടാണ് അയാൾക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുന്നത് അല്ലെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു രോഗിയുടെ സ്വാഭാവികമായിട്ടുള്ള അസുഖ കാരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളല്ല, അതല്ലാതെ വരുന്ന അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന്? അത്തരത്തിൽ നടന്നിട്ടുള്ള സെന്റിനൽ ഇവന്റ്സുകളുടെ എണ്ണമാണ് കേട്ടോ. പിന്നെ പറയുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. ഇന്നലെ പറഞ്ഞതാണ് നിയർ മിസ്സസ് കേസുകളുടെ ശതമാനം. എന്താണ് നിയർ മിസ് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ. അതായത് സംഭവിക്കാൻ സാധ്യതയുള്ളതായിരുന്നു, സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമായിരുന്നു. ഫോർച്ചുനേറ്റ്ലി എന്താണ് അത് സംഭവിച്ചില്ല. ഓക്കെ, അത് നമ്മൾ പറയും തലതാണ് എനിക്ക് രക്ഷപ്പെട്ടു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അറിയില്ലേ, ഷോൾഡറിൽ സർജറി ചെയ്യേണ്ട ഡോക്ടർ റെസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഭാഗ്യത്തിനത് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തിന് അലർട്ട് കൊടുക്കുകയും ചെയ്യാണ്. അപ്പൊ ആ രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, ബട്ട് ഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചതാണ്, രക്ഷപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത്തരം കേസുകളെയാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച്. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് applicable to doctors and nurses per patient per shift. ഇന്നലെ പറഞ്ഞ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ വരുന്നതാണ്. അതായത് ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആയാലും അവര് ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ അവരുടെ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള അതിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. അത് അവിടെ പറയാത്തൊരു പോയിന്റ് ആണ്. ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. അതായത് പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷനിൽ വരുന്ന തെറ്റുകളുടെ എണ്ണമാണ് കേട്ടോ. അതായത് ഇപ്പം ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ റേഡിയോളജി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് അതിന് മാത്രമല്ല, ഒരേ പേരിൽ തന്നെ ഒരുപാട് പേഷ്യൻസ് മറ്റുള്ള വരുമ്പോൾ ചിലപ്പോൾ പേഷ്യന്റിന്റെ ഐഡന്റിറ്റിയിൽ ചില എന്തെങ്കിലും തെറ്റുകൾ വരാറുണ്ട്. അതൊക്കെ റയറാണ്, എങ്കിലും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. അടുത്തത് എന്താണ്? അഡ്ഹിയറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്. ഇന്നലെ പറഞ്ഞതാണ്, അതായത് കൃത്യമായിട്ടുള്ള കൈ ശുചിത്വം പാലിക്കപ്പെടുന്നതിന്റെ ശതമാനം. നമുക്കറിയാം ഡോക്ടേഴ്സ് ആയിക്കോട്ടെ മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവരൊരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പോ അതിനുശേഷവും ഒക്കെ കൃത്യമായിട്ടുള്ള എന്ത് പാലിക്കണം? ഹാൻഡ് ഹൈജീൻ പാലിച്ചിരിക്കണം. ഓക്കെ, അത് തന്നെ. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. പിന്നെ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ് കേട്ടോ. ICUവിലും വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ശ്രീലക്ഷ്മി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതുമായിട്ട് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റുകൾ തന്നെയാണ്. 1-2 പോയിന്റ് മാത്രമാണ് നമ്മൾ പറയാത്തത് ഇവിടെ കയറി വന്നിട്ടുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സുകൾ എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നോക്കിയാൽ മതി അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഇതിനകത്ത് വരും അല്ലെ. അപ്പൊ നോക്കി, ഒന്നാമത്തെ എന്താണ്? IPD അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ് അല്ലെ. അതായത് ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ബ്ലഡ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് വഴിയായിട്ട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള അതിന്റെ ഒരു ശതമാനമാണ്. അത് പ്രത്യേകിച്ച് എന്താണ് കീ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ? KPD ഫുൾ ഫോം. KPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ പെർഫോമൻസ് ഡ്രൈവ്സ് എന്നാണ് കേട്ടോ. കീ പെർഫോമൻസ് ഡ്രൈവ്സ് അതെന്ന് പറഞ്ഞ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പോലെ തന്നെയാണ് കേട്ടോ. മനസ്സിലായോ? അതായത് കീ പെർഫോമൻസ് KPD എന്ന് പറഞ്ഞ കീ പെർഫോമൻസ് ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഈ ഒരു എന്താ പറയാ പെർഫോമൻസ് എന്താണ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവരെടുക്കുന്ന ആ ഒരു എഫർട്ട് ഉണ്ടല്ലോ, ആ ഒരു ഡ്രൈവ് നമ്മൾ പറയുന്നത് ഇന്റേണൽ ഡ്രൈവ് എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടീവാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഈ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനായിട്ട് അവരെടുക്കുന്ന ഒരു എഫർട്ട്, അതാണ് നമ്മുടെ കീ പെർഫോമൻസ് ഡ്രൈവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതിനിവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. അത് സ്റ്റാർട്ട് ടേം അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ് കേട്ടോ. ബ്ലഡ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സിലേക്ക് ഇൻഫെക്ഷൻസ് വരാലോ. അപ്പൊ അതുമായിട്ട് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അത്തരം കേസുകളുടെ എണ്ണം അല്ലെങ്കിൽ ശതമാനം. അത് തന്നെ OPD ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ്. ഓക്കെ, അടുത്തത് IPD ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ. അതായത് നമ്മുടെ നീഡിൽ സ്റ്റിക്സ് മൂലം ഉണ്ടാവുന്ന ഇഞ്ചുറീസ്, അതുവഴിയായിട്ടും ഇൻഫെക്ഷൻസ് വരില്ലേ. നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ പഠിച്ചതാണ് അല്ലെ. നമുക്കറിയാം ബോഡി ഫ്ലൂയിഡ്സിലൂടെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ എന്താണ് സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴിയായിട്ടും ഇൻഫെക്ഷൻസ് വരാം അല്ലെ. അപ്പൊ അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ OPD-യുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഓക്കെ, നീഡിൽ സ്റ്റിക്ക് മൂലം ഉണ്ടാകുന്ന മുറിവുകൾ, അതിലൂടെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാലോ. ഓക്കെ, പിന്നെന്താണ് ഇൻസിഡൻസ് ഓഫ് ഫാൾസ്. ഫാൾസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വീണു പോകുന്ന പേഷ്യൻസ് ആണ് കേട്ടോ അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന് ചിലപ്പോൾ ഈ പറയുന്ന പോലെ എന്താ പറയാ കട്ടിലിന്റെ വീഡിയോ, സ്റ്റൈലിന്റെ വീഡിയോ, കസേരയിൽ വീഡിയോ, അല്ലെങ്കിൽ ബാത്റൂമിന്റെ തന്നെ വീഡിയോ, അതൊക്കെ അതുമൂലം എന്ത് സംഭവിക്കും, ഇഞ്ചുറി വരാം, അതുമൂലം ഇൻഫെക്ഷൻ ഉണ്ടാകാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻസിഡൻസ് ഓഫ് ഫാൾസ്. ഓക്കെ, പിന്നെന്താണ് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ബ്രാക്കറ്റില് ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞതാണ്. അഡ്മിഷന് ശേഷം ബെഡ് സോറ് അല്ലെങ്കിൽ പ്രഷർ അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന കേസുകളുടെ എണ്ണം. ഈ ബെഡ് സോറ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൽ പൊട്ടല് വരും, മുറിവ് വരും. ആ മുറിവിലൂടെ എന്ത് വരും, ഇൻഫെക്ഷൻ വരില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് അത് തന്നെ ചില പറഞ്ഞ കിടപ്പ് രോഗികളൊക്കെ സംഭവിക്കുമല്ലോ. അപ്പൊ ആ രീതിയിൽ മുറിവ് സംഭവിക്കുമ്പോൾ അതിലൂടെ എന്ത് വരും, രോഗിക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, പിന്നെ എന്തൊക്കെ വരും ഇതിനകത്ത്, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻ പഠിച്ചപ്പോ പറഞ്ഞു അല്ലെ. കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ടും എന്ത് വരാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ നിരക്ക്. അതുപോലെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലെ. വെന്റിലേറ്റർ എന്ന് പറയുമ്പോഴും നമ്മുടെ എന്താണ്, നമ്മുടെ എയർവേയിലോട്ട് നമ്മൾ ട്യൂബ് ഇറക്കി വിടുകയാണ് അല്ലെ. അപ്പൊ അതിലൂടെ എന്ത് സംഭവിക്കാം, ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്, ഇതൊക്കെ ഇന്നലെ പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞ ലാർജ് കത്തീറ്റർ തന്നെയാണ്. ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ടു ദ ആർട്ടറി അല്ലെങ്കിൽ നെക്കിന്റെ ഭാഗത്തൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കത്തീറ്ററുകളെ തന്നെയാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അതിലൂടെ എന്ത് വരാം, രക്തത്തില് അണുബാധകൾ ഉണ്ടാകാം. അത്തരം കേസുകളുടെ നിരക്ക്. അതുപോലെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ, സർജറി കഴിഞ്ഞ ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിന്റെ നിരക്ക്. ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. ഈ രീതിയിലൊക്കെ എന്ത് സംഭവിക്കാം, ഇൻഫെക്ഷൻസ് ഒരു പേഷ്യന്റിലോട്ട് എത്താം അല്ലെ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്, മനസ്സിലായോ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവര് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതാണെന്ന് തിരിച്ചറിയാം. അങ്ങനെയൊക്കെ രീതിയിലാണ് ഇതിന് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ICU ഓർ എമർജൻസി കേട്ടോ. രണ്ട് ഡിപ്പാർട്ട്മെന്റ് ചേർത്താണ് പറയുന്നത്. ICU അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, കാഷ്വാലിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്. ഒന്നാമത്തത് ടൈം ഫോർ ദ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ് അല്ലെ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, എമർജൻസിയിലോട്ട് കൊണ്ടുവരുന്ന പേഷ്യന്റിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം. ഓക്കെ, ഒന്നാമത്തെ. രണ്ടാമത്തത് എന്താണ്, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് within 72 hours with similar presenting complaints. ഇന്നലെ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് സമാനമായിട്ടുള്ള കംപ്ലൈൻസുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ അവിടെ പഠിക്കാത്തൊരു പോയിന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ്, റീ ഇൻക്യുബേഷൻ റേറ്റ്. എന്താണ് റീ ഇൻക്യുബേഷൻ റേറ്റ്. ആദ്യം തന്നെ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്യുബേഷൻ ട്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ട്യൂബ് അകത്തേക്ക് കയറ്റുന്നതാണ്. ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസേർട്ടിങ് എ ട്യൂബ് ഇൻ ടു ദ
ബോഡി അല്ലെ, നമ്മുടെ ബോഡിയിൽ നിന്നത്തോട്ട് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ട്യൂബ്സുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ എയർവേ ഓപ്പൺ ചെയ്യാനായിട്ട് ട്രക്കിയിലോട്ട് നമ്മൾ ട്യൂബ് കയറ്റി വിടാറുണ്ട്, അതുപോലെ കത്തീറ്ററുകൾ കയറ്റാറുണ്ട്. ഇതൊക്കെ എന്താണ്, ഇൻക്യുബേഷനിൽ വരുന്നതാണ്. ഇവിടെ പറയുന്നത് റീ ഇൻക്യുബേഷൻ ആണ്. എന്താണ് റീ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാല്, ഇറ്റ് വാസ് ഡിഫൈൻഡ് ആസ് ഇൻക്യുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ ഓഫ് എ പേഷ്യന്റ് who had been initially tracheal intubated under general anesthesia or combined general anesthesia and regional anesthesia. Okay, അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. റീ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഇൻക്യുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ, അത്രയും തന്നെ. അതായത് ഇൻക്യുബേഷൻ എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ട്യൂബ് ഇറക്കുക, എക്സ്റ്റുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്തോട്ട് ട്യൂബ് എടുക്കുക, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു അനസ്തേഷ്യ ചെയ്യുന്ന സമയത്ത് എന്താണ്, പേഷ്യൻസിന്റെ അനസ്തേഷ്യ സമയത്ത് കൊടുക്കുമ്പോൾ അബോധാവസ്ഥയിലാവുമല്ലോ, എന്നിട്ടാണ് സർജിക്കൽ പ്രൊസീജിയർ മറ്റ് ചെയ്യുന്നത്. അപ്പൊ പേഷ്യന്റ് അബോധാവസ്ഥയിലാവുമ്പോൾ അവർക്ക് എയർവേ എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കണം അല്ലെ. എയർവേ ഓപ്പൺ ആക്കിയിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മള് ട്രക്കിയുടെ ഉള്ളിലേക്ക് ട്യൂബ് ഇറക്കി വിടും. അതായത് അനസ്തേഷ്യ കൊടുക്കുന്ന ആ ഒരു ഓൺ ദി സ്പോട്ടിൽ തന്നെ നമ്മുടെ ആ ബോധം അറിയുന്നതിനോടൊപ്പം തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രക്കിയ നമ്മുടെ എയർവേയിലൂടെ ഒരു ട്യൂബ് നമ്മുടെ വായിലൂടെ അവര് ഇറക്കും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ആ എയർവേ ഇവിടെ ഓപ്പൺ ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു ട്യൂബ് ഫസ്റ്റ് ഇറക്കി, ഓക്കെ, ഇറക്കിയിട്ട് എക്സ്റ്റുബേഷൻ നടത്തി തിരിച്ച് പുറത്തേക്ക് എടുക്കും. പക്ഷെ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്തെങ്കിലും അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് വരെയാണ്, മറ്റേതെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും വീണ്ടും ഈ ട്യൂബ് നമുക്ക് റീ ഇൻസേർട്ട് ചെയ്യുന്നതായിട്ട് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്യുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്, അതാണ് കേട്ടോ. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ എവിടെ പഠിച്ചിട്ടില്ല, ഇന്നത്തെ പറഞ്ഞിട്ടില്ലാത്തതാണ് കേട്ടോ. റീ ഇൻക്യുബേഷൻ റേറ്റ് ക്ലിയർ ആയോ പറഞ്ഞത്, മനസ്സിലായോ കാര്യം? ഓക്കെ എല്ലാവർക്കും? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഏതാ എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മള് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. ഓക്കെ, ഒന്ന് പേജ് നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഇനി നാലാമത് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററും അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ പഠിച്ച കുറെ പോയിന്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് വരുന്നത് ഇതാണ്, പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അതായത് അനസ്തേഷ്യ പ്ലാനില് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത്, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അനസ്തേഷ്യ പ്ലാനുകളൊക്കെ തയ്യാറാക്കും അല്ലെ. സർജറിക്ക് മുമ്പായിട്ട് ആ ഒരു എന്താ പറയാ, അനസ്തേഷ്യ കൊടുക്കുന്നത് ഏത് ടൈപ്പ് അനസ്തേഷ്യയാണ്, അല്ലെങ്കിൽ എത്ര ഡോസിൽ കൊടുക്കണം എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു അനസ്തേഷ്യ പ്ലാനിലെ മോഡിഫിക്കേഷൻസ്, ചില ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം, പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അനസ്തേഷ്യ പ്ലാനിൽ ചെറിയ ആൾട്രേഷൻസ് ഒക്കെ ചിലപ്പോൾ വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ അനസ്തേഷ്യ പ്ലാനുകളില് മോഡിഫിക്കേഷൻസ് അഥവാ ആൾട്രേഷൻസ്, ചേഞ്ചസ് വരുത്തേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. അതായത് അനസ്തേഷ്യയെ തുടർന്നിട്ട് ആകസ്മികമായിട്ട് വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വന്ന കേസുകളുടെ ശതമാനം അല്ലെ. അനസ്തേഷ്യയിലൊക്കെ വരുന്ന പിഴവ് മൂലം ചില ആളുകൾക്ക് മരണം വരെ സംഭവിക്കാറുണ്ട് അല്ലെ. അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, പ്രത്യേകം അത് കൊടുക്കാനായിട്ട് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അനസ്തേഷ്യയിലൊക്കെ വല്ല പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് രോഗിക്ക് ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ, അനസ്തേഷ്യയെ തുടർന്നിട്ട് ആകസ്മികമായിട്ട് വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വന്ന കേസുകളുടെ ശതമാനം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. ഇതുപോലെ തന്നെ, അതായത് അൺഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് പ്രതികൂലമായിട്ടുള്ള രീതിയിൽ നടന്നിട്ടുള്ള അനസ്തേഷ്യ സംഭവങ്ങളുടെ ശതമാനം. ഓക്കെ, പിന്നെന്താണ് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്, അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മരണനിരക്കുകള്. ഓക്കെ, പിന്നെന്താണ് ഇത്രയും കാര്യങ്ങളെല്ലാം അനസ്തേഷ്യയായിട്ട് ബന്ധപ്പെട്ട് വന്നതല്ലേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അടുത്തത് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം.
എന്താണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ഇന്നലെ പറഞ്ഞതാണ്. ആകസ്മികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് തിരിച്ചു പോകേണ്ടി വന്ന കേസുകളുടെ ശതമാനം. ഓക്കെ, പിന്നെന്താണ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്, റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നിട്ടുള്ള സർജറികളുടെ ശതമാനം അല്ലെ. ഇപ്പൊ നമ്മളൊരു സർജറി ഇപ്പോഴും പ്രീ പ്ലാൻഡ് ആയിരിക്കും, ഇന്ന ഡേറ്റിൽ ഇത്ര സമയത്തിന് എല്ലാം കറക്റ്റ് ആയിരിക്കും, പ്ലാനഡ് ആയിരിക്കും. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ നമുക്കത് റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അല്ലെ, മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനം. ഓക്കെ, then വരുന്നത് എന്താണ് പെർസെന്റേജ് ഓഫ് കേസസ് where the organization's procedure to avert hostile events like wrong site, wrong patient and wrong surgery has been adhered to അല്ലെ എന്ന് പറഞ്ഞു. അതായത് തെറ്റായ സൈറ്റില് തെറ്റായ പേഷ്യന്റ് തെറ്റായ സർജറികൾ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ചില നടപടിക്രമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം. ദാറ്റ് മീൻസ് പെർസെന്റേജ് ഓഫ് സേഫ് സർജറീസ് കേട്ടോ, വളരെ സുരക്ഷിതമായിട്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ് suitable prophylactic antibiotics within the specified time frame. അതുപോലെ ഒരു നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളിൽ കൃത്യമായിട്ടുള്ള പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ സ്വീകരിച്ചിട്ടുള്ള കേസുകളുടെ ശതമാനം. പ്രോഫൈലാക്സിസ് എന്താണെന്നും പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്താണെന്നൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു പ്രതിരോധം, പ്രിവെൻഷന് വേണ്ടിയിട്ടാണ്. സർജറിക്ക് ശേഷം സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള ആളുകൾക്ക് നമ്മളത് മുന്നിൽ കണ്ടുകൊണ്ട് സർജറിക്ക് മുൻപായിട്ട് തന്നെ എന്ത് കൊടുക്കും, അവർക്ക് പ്രതിരോധ മരുന്നുകൾ കൊടുക്കും. അത്തരം ഉപയോഗിക്കുന്ന പ്രതിരോധ മരുന്നുകൾ അല്ലാതെ പ്രിവെൻഷനെയാണ് നമ്മൾ പ്രോഫൈലാക്സിസ് അല്ലെങ്കിൽ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് ഒക്കെ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള കേസുകളുടെ ശതമാനം പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെന്താണ് പെർസെന്റേജ് ഓഫ് കേസസ് in which the planned surgery is altered intraoperatively. അപ്പോൾ നമ്മൾ പറയാത്തതാണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കുക. പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് ദ പ്ലാനഡ് സർജറി is altered intraoperatively. ഇൻട്രാ ഓപ്പറേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ആ ഒരു സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് സർജറി സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആൾട്രേഷൻ വരുത്തേണ്ടതായിട്ട്, ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വന്ന കേസുകളുടെ ശതമാനം. ഇപ്പൊ ഒരു എന്തായാലും സർജറി പ്ലാനഡ് ആയിരിക്കും. സർജറി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സർജറി ചെയ്യുന്നതിന്റെ ഇടയിൽ പേഷ്യന്റിന് ചിലപ്പോൾ അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും ഫൈൻഡിങ്സ് വരികയാണ്, എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് കണ്ടെത്തുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ കുറെ കൂടെ നമുക്ക് സർജറി ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ സഡൻലി നമുക്ക് ചിലപ്പോൾ ഒരു ബ്ലീഡിങ് വന്നു, സിവിയർ ബ്ലീഡിങ് വരുന്നത് മൂലം സർജറി സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരിക. അങ്ങനെയൊക്കെ വരുന്ന കേസിലെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി. അതായത് സർജറി നടക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് സർജറി സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് വരുത്തേണ്ടതായിട്ട് വരിക. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് ദ പ്ലാനഡ് സർജറി ഈസ് ആൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി. ഓക്കെ, അടുത്തത് എന്താണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീസർജറിയുടെ നിരക്കാണ്. രണ്ടാമത് ഒരു സർജറി ചെയ്യേണ്ടതായിട്ട് വന്ന കേസുകളുടെ നിരക്കാണ് കേട്ടോ റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. മനസ്സിലായോ പറഞ്ഞത്? റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് വെച്ചാൽ റീസർജറി ആണ് അല്ലെ, സർജറി ചെയ്ത ഭാഗത്ത് വീണ്ടും ഒരു സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യം വരും കേട്ടോ. അതിനെയാണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുന്നത് OT യൂട്ടിലൈസേഷൻ റേറ്റ് ആണ് കേട്ടോ. അതായത് ഓപ്പറേഷൻ തിയേറ്റർ യൂട്ടിലൈസേഷൻ റേറ്റ്. ഓപ്പറേഷൻ തിയേറ്റർ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം സർജറികൾ അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേഷൻ തിയേറ്ററും അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായല്ലോ? ഓക്കെ, ഈ നമ്മൾ പറഞ്ഞല്ലോ റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞല്ലോ, റീസർജറിയുടെ നിരക്ക് എന്ന് പറഞ്ഞു. അവിടെ ഒരു കാര്യം നോട്ട് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞ് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് പിന്നീട് ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും സർജറി വരുന്ന കേസുകളല്ല അവിടെ കൂടുതൽ ഉദ്ദേശിക്കുന്നത്.
അതായത് അഡ്മിറ്റ് ചെയ്ത് സർജറി ചെയ്തു, പക്ഷെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ വീണ്ടും ഒരു സർജറി ചെയ്യേണ്ട സാഹചര്യമല്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അല്ലാണ്ട് സർജറി കഴിഞ്ഞ ആള് ഡിസ്ചാർജ് ആക്കി വീട്ടിൽ പോയി പിന്നീട് വീണ്ടും ഒരു സർജറിക്ക് വേണ്ടി വരുന്ന കേസല്ല അവിടെ കൂടുതലും ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ അഡ്മിഷനിൽ തന്നെ സർജറി കഴിഞ്ഞു, ഡിസ്ചാർജിന് മുമ്പ് തന്നെ വീണ്ടും ഒരു എന്താണ് സർജറി ചെയ്യേണ്ടതായിട്ട് വരിക കേട്ടോ. അത്തരം കേസുകളൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റീ എക്സ്പ്ലോറേഷൻ റേറ്റ് കേട്ടോ. അത് ആദ്യത്തെ സർജറിയിലൊക്കെ വന്ന എന്തെങ്കിലും പാകപ്പെടലുള്ള കാരണം കൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലാബ് അഥവാ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് നമ്മുടെ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ, ലാബും റേഡിയോളജിയും ആണ് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. ഇങ്ങനെ പറഞ്ഞതാണ്, ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയ എത്ര എണ്ണത്തില് ഈ പറയുന്ന എറർ സംഭവിക്കുന്നുണ്ട്, തെറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, 1000 ഇൻവെസ്റ്റിഗേഷൻസിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. പ്രത്യേകിച്ച് ലാബ് ടെസ്റ്റുകൾ, റേഡിയോളജി ടെസ്റ്റുകൾ, ചില ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിൽ എറർ സംഭവിച്ച് വീണ്ടും നമുക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും, വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ലബോറട്ടറി സർവീസ് ഒക്കെ പഠിച്ച് പറ്റി ക്ലിയർ ആയിട്ട് കണ്ട കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, പിന്നെ വന്നത് റേറ്റ് ഓഫ് റീടെസ്റ്റ്. റീടെസ്റ്റ് എന്ന് വെച്ചാൽ രണ്ടാമത് ചെയ്യേണ്ടി വന്നിട്ടുള്ള എന്താ പറയാ ഡയഗ്നോസ്റ്റിക്സിന്റെ ഒക്കെ നിരക്ക്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ഒരു ലാബ് ടെസ്റ്റ് ചെയ്യേണ്ടി വരാം, ആദ്യത്തെ ചെയ്തത് ശരിയാവാതെ. അതുപോലെ തന്നെയാണ് റേഡിയോളജി കേട്ടോ. ആ രീതിയിൽ റേറ്റ് ഓഫ് റീടെസ്റ്റ്, രണ്ടാമത് ചെയ്യേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ നിരക്ക് കേട്ടോ. അതുപോലെ പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതായത് നമ്മുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പോകുന്ന, ഒത്തുപോകുന്ന ലബോറട്ടറി റിപ്പോർട്ടുകളുടെ ശതമാനം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഡോക്ടർ അവരെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു, അവരുടെ ഹിസ്റ്ററി പരിശോധിക്കുന്നു, പ്രാഥമികമായിട്ടുള്ള കുറെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തുമ്പോൾ ഡോക്ടർക്ക് ഒരു അനുമാനം ഉണ്ടാവും അല്ലെ, ഡോക്ടർക്ക് ഒരു കൺക്ലൂഷൻ ഉണ്ടാവും, ഇയാൾക്ക് ആ സിംറ്റംസ് ഒക്കെ കേൾക്കുന്ന ഇന്ന അസുഖങ്ങളാവാം അല്ലെങ്കിൽ ഇതിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഡോക്ടർക്ക് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഡോക്ടർ നടത്തും. അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്ക് നമ്മളോട് പറയുന്നത്. ലാബ് ടെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ റേഡിയോളജി ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഡോക്ടർക്ക് ആ ഒരു കൺക്ലൂഷൻ, ഡോക്ടറുടെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ അങ്ങനെയുള്ള ടെസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് ഡോക്ടറുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന, അതുമായിട്ട് മാച്ച് ചെയ്തു പോകുന്ന, ദാറ്റ് മീൻസ് ഡോക്ടറുടെ കൺക്ലൂഷൻ കറക്റ്റ് ആവുന്ന തരത്തില്, അതുമായിട്ട് ഒത്തുപോകുന്ന വെച്ചാൽ അവരുടെ ഡയഗ്നോസിസ് കറക്റ്റ് ആവുന്ന തരത്തിലുള്ള ലബോറട്ടറി റിപ്പോർട്ടുകളുടെ ശതമാനം. മനസ്സിലായല്ലോ? ഡോക്ടർ ഇനി ആൾക്ക് ന്യൂമോണിയ ആവാം എന്നുള്ള അസംഷൻ ഡോക്ടറിന് ഉണ്ടായിരുന്നു. ഡോക്ടർ അത് കൺഫേം ചെയ്യാൻ ലാബ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റിനകത്ത് അത് ന്യൂമോണിയ, ബ്ലഡ് ടെസ്റ്റ് അല്ല എക്സ്റേ ടെസ്റ്റ് പറഞ്ഞു. എക്സ്റേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഡോക്ടർക്ക് കൺഫേംഡ് ആയി അത് വൈറൽ ന്യൂമോണിയ ആണെന്നുള്ളത് കൺഫേംഡ് ആയി. അപ്പൊ ആ രീതിയിൽ ഡോക്ടറുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് കോറിലേറ്റ് ചെയ്തു പോകുന്ന ലബോറട്ടറി ടെസ്റ്റുകളുടെ ശതമാനം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. എന്ന് പറഞ്ഞതാണ്, ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് വർക്ക് ചെയ്യുന്ന ജീവനക്കാരില് കൃത്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നവരുടെ ശതമാനം. ഓക്കെ, എല്ലാവരെല്ലാം കൃത്യമായിട്ട് പാലിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. ചില ആളുകൾ ഓക്കെ ആയിട്ട് ചെയ്യും. അപ്പൊ ആ രീതിയിൽ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിലൊക്കെ സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായിട്ട് പാലിക്കുന്നവരുടെ ശതമാനം. ഇത്രയും കാര്യങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? ലാബ് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നത് ഫാർമസിയാണ് കേട്ടോ. ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? പ്രിസ്ക്രിപ്ഷൻ എറർ അല്ലെ, പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന തെറ്റുകൾ അല്ലെ. പിന്നെ എന്താണ്? ഡിസ്പെൻസിങ് എറർ അല്ലെ, അതായത് മരുന്ന് വിതരണം ചെയ്യുന്ന സമയത്ത്, വിതരണം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഫാർമസി അല്ലേ, അതുകൊണ്ടാണ് അതിനകത്ത് വന്നത് കേട്ടോ. ഫാർമസി ഡിസ്പെൻസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എററുകളുടെ എണ്ണം. എപ്പോഴും എററൊന്നും വരില്ല, പക്ഷെ സംഭവിച്ചിട്ടുണ്ടാകാം. ചില എററുകളൊക്കെ സംഭവിക്കാമല്ലോ, സ്വാഭാവികമാണ്. ആ രീതിയിൽ വരുന്ന ഡിസ്പെൻസിങ് എററുകൾ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഡിസ്പെൻസിങ് എററുകളുടെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ ശതമാനം. പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ്. ഡ്രഗിൽ പറയുന്നുണ്ട്
ADR per 100 discharges that include LAMA, DAMA, ABSCON and DETH. എന്താണ് ഉദ്ദേശിക്കുന്നത്? പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ്. ഹോസ്റ്റൈൽ എന്ന് വെച്ചാൽ ഡേഞ്ചറസ് എന്ന അർത്ഥമാണ് കേട്ടോ. അതായത് ഈ പ്രതികൂലമായിട്ടുള്ള ചില മരുന്ന് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനമാണ്. അത് ബ്രാക്കറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് ADR. ADR എന്ന് പറയുന്നത് എന്താണ്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നാണ് കേട്ടോ. അതിന് ഷോർട്ട് ആക്കിയിട്ടാണ് ADR എഴുതിയിരിക്കുന്നത് കേട്ടോ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ പ്രതികൂലമായിട്ടുണ്ടായിരുന്ന മരുന്ന് പ്രവർത്തനങ്ങൾ കേട്ടോ. മരുന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? മോശമായിട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ADR per 100 discharges that include LAMA, DAMA, ABSCON and DETH കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ് കണക്കാക്കുന്നത് ഒരു 100 ഡിസ്ചാർജസിനകത്താണ്. ഒരു 100 ഡിസ്ചാർജിനകത്ത് 100 ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ഡിസ്ചാർജിനകത്ത് എങ്ങനെയൊക്കെയുള്ള ഡിസ്ചാർജുകൾ അവർ പരിഗണിക്കുന്നുണ്ട്? ലാമ പേഷ്യൻസിന് പരിഗണിക്കുന്നുണ്ട് കേട്ടോ. ലിവിങ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ, അതായത് ഡോക്ടറുടെ അഡ്വൈസിനെതിരായിട്ട് ലീവ് ചെയ്ത് പോകുന്ന പേഷ്യൻസുകള്. അതുപോലെ ഡാമ എന്ന് വെച്ചാൽ ഡിസ്ചാർജ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നാണ് കേട്ടോ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഡാമ അതായത് മെഡിക്കൽ അഡ്വൈസിനെതിരായിട്ട് ഡിസ്ചാർജ് ചെയ്തു പോകുന്ന പേഷ്യൻസ്, അബ്സ്കോൺ ചെയ്തു പോകുന്ന പേഷ്യൻസ് അല്ലെ, ഒളിച്ചോടി പോകുന്ന പേഷ്യൻസ് ഉണ്ട്. ഡെത്ത്, ഇവൻ ഡെത്ത് എന്ന് പറയുന്നത് ഒരു ഡിസ്ചാർജ് തന്നെയാണ്, മരണം സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ്. ഇവരെല്ലാവരും നമ്മൾ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 100 ഡിസ്ചാർജസിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസുകളുടെ ശതമാനമാണ് കേട്ടോ. അല്ലാതെ ഇൻപേഷ്യൻസിന് മാത്രമായിട്ടല്ല നമ്മൾ നോക്കുന്നത്. ഡിസ്ചാർജ് ചെയ്തു പോകുന്ന കേസുകൾ, അതിനകത്ത് ലാമ പേഷ്യൻസ് ഉണ്ടാവും, ഡാമ പേഷ്യൻസ് ഉണ്ടാവും, അബ്സ്കോണ്ട് ചെയ്തു പോകുന്ന പേഷ്യൻസ് ഉണ്ടാവും, ഈവൻ ഡെത്ത് സംഭവിച്ച ആളുകൾ വരെ ഉണ്ടാവും. അവരിലൊക്കെ ഈ പറയുന്ന ഒരു 100 എണ്ണത്തില് എത്ര പേരുടെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ശതമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ. പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ എന്ന് പറഞ്ഞതാണ് അല്ലെ. നമുക്ക് എറർ ഉണ്ടാവാൻ, കൺഫ്യൂസ്ഡ് ആവാൻ, മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അബ്രീവിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് എന്തായിരുന്നു? മെഡിക്കേഷൻ എറർ പ്രോൺ സാധ്യതയുള്ള അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ഓർ ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റൈൻഡ് ബൈ ദ ലോക്കൽ പർച്ചേസ്. അതായത് ലോക്കൽ പർച്ചേസിലൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഡ്രഗ്സുകള്, മറ്റുള്ള കൺസ്യൂമബിൾസിന്റെ ഒക്കെ ശതമാനം. ഇതുകൊണ്ട് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, അതായത് കരിഞ്ചന്ത എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതായത് ലോക്കൽ രീതിയിൽ ലോക്കലി പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ കുറെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. കാര്യം നമ്മൾക്കറിയാം, നമ്മള് ഫാർമസി പഠിച്ചിട്ടുണ്ട്, നമ്മളെപ്പോഴും ഒരു ഡ്രഗ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സപ്ലയേഴ്സ്, റിലയബിൾ ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് വേണം നമ്മളെപ്പോഴും ഡ്രഗ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെ. അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിനെയും ക്വാണ്ടിറ്റിനെയും ഒക്കെ ബാധിക്കും. നമ്മൾ ലോക്കലൊക്കെ പർച്ചേസ് ചെയ്യുന്ന ചിലപ്പോൾ അത്ര ക്വാളിറ്റിയുള്ള ഡ്രഗ്സുകളൊന്നും ആവുന്ന യാതൊരു നിർബന്ധമില്ല. അപ്പൊ ആ രീതിയിൽ ലോക്കൽ പർച്ചേസിലൂടെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രഗ്സിന്റെയും മറ്റു കൺസ്യൂമബിൾസിന്റെയും ശതമാനം. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിങ് എമർജൻസി ഡ്രഗ്സ് കേട്ടോ. അതുപോലെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള, തീർന്നു പോയിട്ടുള്ള, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മരുന്നുകളുടെ ശതമാനം. ഓക്കെ, എമർജൻസി മരുന്ന് മാത്രമല്ല, എല്ലാ മരുന്നുകളും അവിടെ ഉൾപ്പെടുന്നുണ്ട്. എമർജൻസി മരുന്നുകൾ ഉൾപ്പെടെയുള്ള സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മരുന്നുകളുടെ ശതമാനം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റെഫ്യൂസ്ഡ് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് GRN. അതൊരു പുതിയ പോയിന്റ് ആണ് കേട്ടോ. എന്താണ് GRN എന്ന് പറഞ്ഞത്? ഗുഡ് റിസീപ്റ്റ്, ഗുഡ്സ് എന്നാക്കാം കേട്ടോ. ഗുഡ് എന്നാണ് ഇവിടെ കൊടുത്തേക്ക്, ഗുഡ്സ് എന്നാക്കാം കേട്ടോ. GOODS എന്ന് ചേർത്തോ. ഗുഡ് റിസീപ്റ്റ് നോട്ട് എന്ന് പറയുമ്പോൾ, ഗുഡ് എന്ന് പറയുമ്പോൾ നല്ലത് എന്നുള്ള ഗുഡ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഗുഡ്സ് ഇല്ലേ, നമ്മൾ ചരക്ക് എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥമാണ് കേട്ടോ.
നിങ്ങളുടെ കറക്റ്റ് ആണല്ലേ? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഗുഡ്സ് റിസീപ്റ്റ് നോട്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മരുന്നുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഈ മരുന്നുകളുടെ പർച്ചേസിങ്, അതിന്റെ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടുള്ള എന്താ പറയാ രേഖപ്പെട്ട ഡോക്യുമെന്റേഷൻസ്, അതാണ് GRN എന്ന് പറയുന്നത് കേട്ടോ. ഗുഡ്സ് റിസീപ്റ്റ് നോട്ട്. കാര്യം നമുക്കറിയാം, നമ്മുടെ മരുന്നുകൾ എന്ന് പറയുമ്പോൾ ചില മരുന്നുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യും, മറ്റു ചിലത് നമ്മൾ സപ്ലൈസിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ഫാർമസി പഠിച്ചതാണ്, പർച്ചേസ് ചെയ്യുന്നതും അതിന്റെ ഇടപാടുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രേഖകളൊക്കെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കാറുണ്ട് അല്ലെ. അത്തരം ഡോക്യുമെന്റേഷനെയാണ് നമ്മൾ GRN അഥവാ ഗുഡ്സ് റിസീപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, percentage of drugs and consumables refused before the preparation of GRN. ഈ ഒരു ഗുഡ്സ് റിസീപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ റിഫ്യൂസ് ചെയ്തിട്ടുള്ള, വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസിന്റെ ശതമാനം. ഓക്കെ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ മരുന്നുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഗുഡ്സ് റിസീപ്റ്റ് നോട്ട് തയ്യാറാക്കും നമ്മൾ. ഇവിടെ എന്താണ്, പർച്ചേസ് ചെയ്യാൻ വേണ്ടി മരുന്നുകൾ വന്നു, പക്ഷെ നമ്മൾ ഒരു ഗുഡ്സ് റിസീപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു, റിഫ്യൂസ് ചെയ്തിട്ടുള്ള ഡ്രഗ്സുകൾ അല്ലെങ്കിൽ കൺസ്യൂമബിൾസിന്റെ ശതമാനം. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്ന എന്താണ്, പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രോക്യൂർമെന്റ് പ്രോസസ്. പ്രോക്യൂർമെന്റ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോറേജ് ആണ് കേട്ടോ. ഓക്കെ, മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്നത് പല രീതിയിൽ നമ്മൾ പഠിച്ചു. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഫാർമസിയിൽ പഠിച്ചില്ലേ? എല്ലാം ഒരേ രീതിയിലാണോ സ്റ്റോർ ചെയ്യുന്നത്? അല്ല. ജനറൽ ഡ്രഗ്സ് ഒരു രീതിയിൽ, നാർക്കോട്ടിക് ഡ്രഗ്സ് വേറൊരു രീതിയിൽ, പിന്നെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് പല പല രീതികളിലാണ് അല്ലെ. അപ്പൊ അത്തരത്തില് ഈ പ്രോക്യൂർമെന്റ് പ്രോസസ്സിൽ മരുന്നുകളുടെ സംഭരണ രീതികളില് വ്യതിയാനങ്ങൾ വന്നിട്ടുള്ളതിന്റെ ശതമാനം. അതായത് ഓരോ മരുന്നുകളും അതിൻ്റെതായ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പൊ അതിന് വിട്ട് അതിൽ എന്താണ് മാറ്റങ്ങൾ വന്നിട്ട് മോശമായിട്ടുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കപ്പെട്ടിട്ടുള്ള കേസുകളുടെയൊക്കെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രോക്യൂർമെന്റ് പ്രോസസ്. ഓക്കെ, ഇത്രയും എന്താണ് ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, ബോറടിക്കുന്നുണ്ടാവും അല്ലെ? ഒരു വല്ലാത്തൊരു ചാപ്റ്റർ ആണ് കേട്ടോ, അങ്ങനെ രസമൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രണ്ട് ഓഫീസ് കേട്ടോ. ഫ്രണ്ട് ഓഫീസർ, ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് അഞ്ചാമത്തെ പറയുന്നു അല്ലെ. അഞ്ചാമത്തെ എന്താണ്? അയ്യോ, അത് ഞാൻ പറഞ്ഞില്ല അല്ലെ. ഓക്കെ, അത് വിട്ടുപോയതാണേ. എന്തായിരുന്നു? പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് receiving high risk medications developing adverse drug event. ഇതാണ് percentage of patients receiving high risk medications developing adverse drug event. അതായത് ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് സ്വീകരിക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ക്യാൻസർ ഒക്കെ ഉള്ള പേഷ്യൻസ് ഇല്ലേ, അവർക്ക് പെയിൻ ഒക്കെ വരുമ്പോൾ മോർഫിൻ പോലെയുള്ള മരുന്നുകളൊക്കെ കൊടുക്കും. അതുപോലെ ഡയാലിസിസ് പേഷ്യൻസ്, അങ്ങനെ വെന്റിലേറ്ററിലുള്ള പേഷ്യൻസ്, അതൊന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്ന പേഷ്യൻസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള പേഷ്യൻസിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് ഇവന്റ്സ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ, മനസ്സിലായല്ലോ? അതായത് ക്യാൻസർ, ഡയാലിസിസ് അങ്ങനെയൊക്കെയുള്ള രോഗികള്, അവരെ സംബന്ധിച്ച് ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള ആളുകളില് ഈ പറയുന്ന ആ മരുന്ന് എടുത്തത് മൂലം അഡ്വേഴ്സ് ആയിട്ട് പ്രതികൂലമായിട്ടുള്ള മരുന്ന് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ദ ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ പറയാൻ വിട്ടു പോയിട്ടാണ് കേട്ടോ, സോറി. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ടെണ്ണം നമുക്ക് പഠിക്കാൻ പറ്റും. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ എന്താണ്? ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളാണ് അല്ലെ. ആദ്യം തന്നെ ഔട്ട് പേഷ്യൻസ് വന്ന് മീറ്റ് ചെയ്യുന്നത് ആരെയാ? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ വരുന്നത് ഇൻഡിക്കേറ്റർ ഏതാണ്? ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, ഔട്ട് പേഷ്യൻസിന്റെ സംതൃപ്തി സൂചിക. ഔട്ട് പേഷ്യൻസ് ആദ്യം വരുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളെയാണ് അവർ മീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ
നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഔട്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഫ്രണ്ട് ഓഫീസിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ അവർ എത്രത്തോളം സംതൃപ്തരാണ് അല്ലെ, അതിന്റെ ഒരു എന്താ പറയാ നിരക്ക്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. നെക്സ്റ്റ് വരുന്നത് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ദ ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. അതുപോലെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെയിറ്റിംഗ് ടൈം അല്ലെ. ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ഫ്രണ്ട് ഓഫീസിൽ വരുന്നു, അവരൊരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. ആ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എടുക്കുന്ന ഒരു വെയിറ്റിംഗ് ടൈം എത്ര സമയം കൊണ്ടാണ്? ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഒരുപാട് നമ്മള് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ അധികം ഓൺലൈനിലൂടെയൊക്കെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. എങ്കിലും എന്താണ്, ചിലപ്പോൾ ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി കുറെ അധികം സമയം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആവറേജ് വെയിറ്റിംഗ് ടൈം ആണ് അവിടെ അവര് നോക്കുന്നത് കേട്ടോ. പരമാവധി അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അപ്പോയിന്റ്മെന്റ്സ് കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ക്വാളിറ്റി. പക്ഷെ വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് അതിനൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് MRD ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. MRD എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി കൂടാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. ഓക്കെ, നമുക്കറിയാലേ, നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചതാണ്. ഒരു മെഡിക്കൽ റെക്കോർഡിൽ എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ടാവുന്നുള്ളതും നമുക്കറിയാം അല്ലെ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഡിസ്ചാർജ് സമ്മറി കൂടാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. എന്താണ് ICD കോഡിംഗ്? അവിടെ നമ്മൾ കോഡിംഗ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ICDയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്നാണ് കേട്ടോ. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. നമ്മള് മെഡിക്കൽ റെക്കോർഡ് പഠിച്ചപ്പോ അതിനകത്ത് കോഡിംഗ് പറഞ്ഞിരുന്നു അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു അവിടെ ഒരു രോഗിക്ക് കൊടുക്കുന്ന പ്രൊസീജിയറുകള് അല്ലെങ്കിൽ അവരുടെ രോഗങ്ങള്, ലക്ഷണങ്ങൾ എല്ലാം നമ്മൾ ഒരു കോഡ് ഉപയോഗിച്ച്, ആൽഫാ ന്യൂമറിക് കോഡ് ഉപയോഗിച്ച് കോഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് അല്ലെ. ICD കോഡിംഗ് ഉപയോഗിച്ചുകൊണ്ട് കോഡ് ചെയ്തിരിക്കണമെന്ന് നമ്മൾ അവിടെ മെഡിക്കൽ റെക്കോർഡിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തില് ICD കോഡിംഗ് ഉപയോഗിക്കാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അതൊക്കെ ഒരു മെഡിക്കൽ റെക്കോർഡിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഡിസ്ചാർജ് സമ്മറി ഉണ്ടായിരിക്കണം. ഡിസ്ചാർജ് സമ്മറി കൂടാതെയുള്ള എത്ര മെഡിക്കൽ റെക്കോർഡുകളുണ്ട്, അത് എത്ര ശതമാനമുണ്ട്. അതുപോലെ ICD കോഡിംഗ് ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. ഓക്കെ, അതൊക്കെ ക്വാളിറ്റീനെ നമുക്ക് ബാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻപെർഫെക്റ്റ് ഓഫ് ഇംപ്രോപ്പർ കൺസെന്റ് അല്ലെ. അതവിടെ ഇന്നലെ പറഞ്ഞതാണ്. അതിൽ കംപ്ലീറ്റ് അല്ലാത്തതും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കൺസെന്റ് കൂടാതെയുമുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. ഓക്കെ, പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ്. മിസ്സായിട്ട് പോയിട്ടുള്ള റെക്കോർഡുകളുടെ ശതമാനം. മിസ്സിംഗ് റെക്കോർഡ്സ് ചിലപ്പോൾ മിസ്സാവാം അല്ലെ. അങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള റെക്കോർഡുകളുടെ ശതമാനം. ഓക്കെ, പിന്നെന്താണ്? ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്? ബെഡ് ഒക്യുപ്പൻസി റേറ്റിൽ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് BOR എന്നാണ് അബ്രീവിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. BOR എന്താണ്? ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്നാണ് കേട്ടോ. അത് നോക്കാം. The bed occupancy rate is a measure of utilization of the available bed capacity in a hospital. Underline ചെയ്യാം ട്ടോ. Bed occupancy rate എന്ന് പറഞ്ഞാൽ എന്താണ്? It is a measure of utilization of the available bed capacity in a hospital. അതായത് ഒരു ഹോസ്പിറ്റലില് അവൈലബിൾ ആയിട്ടുള്ള ബെഡുകളുടെ ആ ഒരു യൂട്ടിലൈസേഷൻ റേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എത്ര ബെഡുകൾ അവൈലബിൾ ആണ്, അതിനകത്ത് എത്രത്തോളം രോഗികൾ ഓക്യുപ്പൈഡ് ആണ് എന്നുവെച്ചാൽ അവിടെ എത്രത്തോളം ബെഡ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. നമുക്ക് അതിൽ നിന്നൊക്കെ പേഷ്യൻസിന്റെ എണ്ണം, എത്ര പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, അഡ്മിറ്റ് ആവുന്നുണ്ട്, അതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ബെഡ് കപ്പാസിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള ബെഡുകളിൽ എത്ര ബെഡുകൾ ഓക്യുപ്പൈഡ് ആണ്, എത്ര ബെഡുകൾ അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിന്റെ നിരക്കാണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഇറ്റ് ഡൊണേറ്റ്സ് ദ പെർസെന്റേജ് ഓഫ് ബെഡ്സ് occupied by the patients in a defined period of time, normally a year ആണ് കേട്ടോ. അപ്പൊ പൊതുവെ എന്താണ്, നമ്മളൊരു കാലയളവിലാണ് നമ്മൾ കണക്കാക്കുന്നത്. കാലയളവ് എന്ന് പറയുന്നത് യൂഷ്വലി
ഇയർ, ഒരു 1 ഇയർ ആണ് കേട്ടോ. ഒരു ഇയറില് ഏകദേശം ആ ഒരു വർഷത്തിൽ ആ ഒരു ഹോസ്പിറ്റലില് ഉള്ള ബെഡുകളിൽ എത്ര ബെഡുകൾ ഒക്യുപ്പൈഡ് ആയിരുന്നു. അപ്പൊ ചില കാലഘട്ടത്തിൽ ഇപ്പൊ കോവിഡ് ഒക്കെ വരുന്ന സമയങ്ങളിൽ കൂടുതൽ ആളുകൾ അഡ്മിറ്റ് ചെയ്യപ്പെടും, അപ്പൊ കൂടുതൽ ബെഡ് ഒക്യുപ്പൻസി അവിടെ വരും. അല്ലെ, ചില കാലഘട്ടത്തിൽ രോഗങ്ങൾ കുറവാണ്, ബെഡ് ഒക്യുപ്പൻസി കുറവായിരിക്കും അല്ലെ. അപ്പൊ പൊതുവെ നമ്മൾ ഒരു വർഷത്തിലേക്കായിട്ടാണ് അത് കണക്കാക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വരുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ് കേട്ടോ. LOS, ലെങ്ത് ഓഫ് സ്റ്റേ. എത്രത്തോളം ആളുകൾ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അതിന്റെയൊക്കെ എണ്ണം. അതുപോലെ മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ, മരണനിരക്ക്. പിന്നെ വരുന്നത് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് കേട്ടോ. ആനുപാതിക മാതൃമരണ നിരക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ആനുപാതിക മാതൃമരണ നിരക്ക്. മാതൃമരണ നിരക്ക് എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള ഒരു കാലയളവില് ചില സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പൊതുവെ യൂഷ്വൽ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഓഫ് വിമൻ എന്ന് പറയുന്നത് 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയാണ് അല്ലെ. അപ്പൊ ആ ഒരു 15 വയസ്സ് തൊട്ട് 49 വയസ്സ് വരെയുള്ള ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജില് മരണപ്പെടുന്ന ആകെ സ്ത്രീകളില് എത്ര പേരാണ് പ്രസവം മൂലം മരണപ്പെടുന്നത്, മെറ്റേണിറ്റി മൂലം എത്ര ആളുകൾ മരണപ്പെടുന്നുണ്ട്, ആ ഒരു റേഷ്യോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അതാണ് ആനുപാതിക മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത്. 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള ആ ഒരു സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഏജില് മരണപ്പെടുന്ന ആകെ സ്ത്രീകളില് എത്ര സ്ത്രീകളാണ് മെറ്റേണിറ്റി മൂലം മരണപ്പെടുന്നത്, പ്രസവം മൂലം മരണപ്പെടുന്നത്. അതാണ് ആനുപാതിക മാതൃമരണ നിരക്ക് അഥവാ പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ആനുപാതിക ശിശുമരണ നിരക്ക്. ആനുപാതിക ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാല് അതായത് ഒരു 1000 ജനനങ്ങളില് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതില് എത്ര കുഞ്ഞുങ്ങളാണ് ഒരു വയസ്സിന് മുമ്പ് മരണപ്പെടുന്നത്, ശിശുമരണമാണ്. അപ്പൊ അവിടെ കണക്കാക്കുന്നത് ഒരു വയസ്സിന് മുൻപ്, ഒരു വയസ്സിനുള്ളിലൊക്കെ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതാണ്. അതായത് 1000 ജനനങ്ങളില് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ആ ജനിക്കുന്ന കുഞ്ഞുങ്ങളില് ഒരു വയസ്സിന് മുൻപേ മരണപ്പെടുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്, അത് ആ ഒരു റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ആനുപാതിക ശിശുമരണ നിരക്ക്. ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അതിനകത്ത് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് വരുന്നത് HRM ആണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ എന്താണ്? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ആണ്. ദാറ്റ് മീൻസ് പെർസെന്റേജ്. HRM എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതും അവർക്ക് നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് ഒക്കെ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് കേട്ടോ. അതായത് അവിടുത്തെ എംപ്ലോയീസുകളുടെ സംതൃപ്തി സൂചിക അല്ലെ, അത് എത്രത്തോളം സംതൃപ്തി സൂചിക കേട്ടോ. പിന്നെ എംപ്ലോയി അട്രീഷൻ റേറ്റ്. അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോക്കുന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, എന്താണ് അട്രീഷൻ റേറ്റ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ടേൺ ഓവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ജോലി മതിയാക്കി വേണ്ടാന്ന് വെച്ച് റിസൈൻ ചെയ്തപ്പോ പോകുന്ന ആളുകൾ ഉണ്ടാവില്ല, അതിന്റെ നിരക്കാണ് കേട്ടോ എംപ്ലോയി അട്രീഷൻ റേറ്റ്. പിന്നെ എംപ്ലോയി ആബ്സെന്റീസം റേറ്റ്, അതായത് ലീവ് എടുക്കുന്ന ജോലിക്ക് ഒരുപാട് ലീവ് ഒക്കെ എടുക്കുന്ന എംപ്ലോയീസുകളുടെയൊക്കെ നിരക്ക് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ആബ്സെന്റീസം എത്രത്തോളം ആളുകൾ ലീവ് എടുക്കുന്നതിന്റെ ഒരു നിരക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് who are informed of employee rights, responsibilities and welfare schemes. അതുപോലെ തന്നെ ചില എംപ്ലോയീസുകൾ എന്നുവെച്ചാൽ അവരുടെ റൈറ്റ്സ്, എംപ്ലോയീസിന്റെ അവകാശങ്ങള്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവർക്കായിട്ടുള്ള വെൽഫെയർ സ്കീമുകള്, അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അറിവുള്ള, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെ ചില തൊഴിലാളി സംഘടനകളൊക്കെ ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്ക് എല്ലാത്തിനും ഒരു, ഇപ്പൊ ഡോക്ടേഴ്സിന് അവർക്കൊരു ഓർഗനൈസ്ഡ് സംഘടന ഉണ്ടാവും, മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത്തരത്തില് എംപ്ലോയീസിന്റെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവർക്കായിട്ടുള്ള എന്താ പറയുക ക്ഷേമ പദ്ധതികളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അറിവും വിവരവും ഒക്കെ ഉള്ള എംപ്ലോയീസുകളുടെ ശതമാനം എന്ന് വെച്ചാൽ അവരാണ് ഏറ്റവും വലിയ എന്താ പറയാ അവരുടെ അസറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ എംപ്ലോയീസുകളുടെ ശതമാനം. ഓക്കെ,
പിന്നെ വരുന്നത് പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. പ്രൊഫൈലാക്സിസ് എന്താണെന്ന് പറഞ്ഞ പ്രിവെൻഷൻ ആണ്. അതായത് നമുക്കറിയാം ഒരു സ്റ്റാഫ്, മെഡിക്കൽ സ്റ്റാഫുകളാണ് അവര് എന്താ പറയാ ഈ പറഞ്ഞ പേഷ്യൻസുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിടപെടുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അവരെ ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തിരിക്കുന്നു അല്ലെ. അപ്പൊ ആ രീതിയിൽ പ്രീ എക്സ്പോഷർ ആയിട്ട്, അതായത് മുൻകൂട്ടി തന്നെ ഇപ്പൊ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ പോലെ ഇമ്മ്യൂണൈസേഷൻ പോലെ പ്രിവെൻഷൻ ഒക്കെ എടുത്തിട്ടുള്ള, ശരിയായ രീതിയിൽ പ്രിവെൻഷൻസ് ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? നമ്മൾ അവിടെ പറഞ്ഞിരുന്നു പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. എന്നതുപോലെ പ്രീ എക്സ്പോഷർ ആയിട്ട് മുൻകൂട്ടി തന്നെ കൃത്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം. ഓക്കെ, ഇത്രയുമാണ് HRM, അതായത് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 2 ഡിപ്പാർട്ട്മെന്റും കൂടെ പഠിച്ച് ഒരു പേജും കൂടെ കഴിഞ്ഞ് ഈ ചാപ്റ്റർ നമ്മുടെ തീരും കേട്ടോ. ഓക്കെ, ഇത് വലിയ ചാപ്റ്റർ ആണ്. അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത് ഇരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാണ്, ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാല് ഞാൻ മൊഡ്യൂൾ 4 കടക്കും കേട്ടോ. ശരിക്കും ഈ ഒരു മൊഡ്യൂളിലേക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചാപ്റ്റർ ഉണ്ട്. അതും കൂടെ എനിക്ക് എടുക്കാനുണ്ട്. ആ ചാപ്റ്റർ അവിടെ നിൽക്കട്ടെ. അത് ചെറിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് വലിയ വലിയ ചാപ്റ്റേഴ്സുകൾ ആദ്യം പെട്ടെന്ന് തീർക്കാം. അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് 4th മൊഡ്യൂളിലെ ചാപ്റ്ററിലോട്ട് കടക്കും കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ ഓവർവ്യൂ, മെഡിക്കൽ ഗ്യാസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് എന്താ പറയാ കുറച്ച് ടൈം എടുത്ത് നമുക്ക് പറയേണ്ട ചില ചാപ്റ്റേഴ്സുകളുണ്ട്. അത് നമുക്ക് ആദ്യം എടുക്കാം കേട്ടോ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സുകൾ നമുക്ക് ലാസ്റ്റ്, നമുക്ക് അവസാനമാകുമ്പോൾ നമുക്ക് സമയത്തിന്റെ ബുദ്ധിമുട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ ആദ്യം എടുത്ത് തീർത്തിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ പറയുന്ന ചാപ്റ്ററുകൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകളല്ല, നമുക്ക് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റർ, അത് നമുക്ക് അവസാനത്തേക്ക് വെക്കാം കേട്ടോ. കാര്യം എന്തെങ്കിലും ഇപ്പൊ എന്റെ പോർഷൻസ് തീരാണ്ട് വന്ന് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യണമെങ്കിൽ അവർക്കും കൂടെ പറ്റുന്ന രീതിയിലുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അത് മീൻസ് നമുക്ക് അവർക്ക് കൊടുക്കാം. വലിയ ചാപ്റ്റർ കൊടുക്കണ്ടല്ലോ, ചെറുത് കൊടുക്കാൻ ഓർത്തിട്ടാണ്. അപ്പോ ഞാൻ വലിയത് എടുക്കാം കേട്ടോ. അപ്പൊ ഒരു 4th മൊഡ്യൂളിലേക്ക് മെഡിക്കൽ ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യത്തെ വലിയതൊക്കെ തീർത്ത് വെച്ചാൽ നമുക്ക് അവസാനമാകുമ്പോ കുറച്ച് സമയമുള്ളെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റർ ലാസ്റ്റത്തേക്ക് വെക്കല്ലേ നല്ലത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.